കഴിഞ്ഞ 2 ആഴ്ച ലഡാക്കിലായിരുന്നു. അവിടെ ചെന്നിട്ടൊരു ബുള്ളറ്റ് റെൻറ്റിന് എടുത്തിട്ട് അതിലാണ് അവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചത്. ലഡാക്കിൽ പോകുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞായിരുന്നു, മമ്മിയോട് പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ബുള്ളറ്റ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. മനഃപൂർവ്വം പറയാഞ്ഞതാണ്, കാരണം ടെൻഷൻ ഉണ്ടാവുമെന്നറിയാം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തിരിച്ചെത്തി. തിങ്കളാഴ്ച ഞാൻ എൻ്റെ ബുള്ളറ്റ് യാത്രയുടെ ചില വീഡിയോസ് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. മമ്മി അത് കണ്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചേട്ടനാണെങ്കിൽ വില കൂടിയൊരു ബൈക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടുകാർ യാത്രയ്ക്ക് പറഞ്ഞു വിട്ടില്ല. ചേട്ടൻ ഇത് കണ്ടപ്പോഴേക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം തോന്നിക്കാണും. അപ്പോൾ തന്നെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, മമ്മിയുടെ അച്ഛൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടില്ലേ, ഞങ്ങൾക്ക് മാത്രമുള്ള അനുവാദമൊന്നും ഇല്ലാത്ത. അങ്ങനെ മമ്മി വാട്സപ്പിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ മമ്മിക്ക് ടെൻഷനായി. അപ്പോൾ മമ്മി വിചാരിച്ച് ഞാൻ എപ്പോഴും ലഡാക്കിലിങ്ങനെ ബൈക്ക് എടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ്. അന്ന് തിങ്കളാഴ്ച രാത്രി ഞാൻ സർപ്രൈസായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വാതിൽ തുറന്നപ്പം മമ്മി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, നീ വന്നല്ല മോനെ എന്ന് പറഞ്ഞു. കണ്ണൊക്കെ നിറഞ്ഞാൽ പറയുന്നത്. 2 കവളിലും ഉമ്മയൊക്കെ തന്നു. അമ്മമാരിങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ എത്ര വലുതായാലും അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരെക്കുറിച്ചുള്ള ആദി വളർന്നുകൊണ്ടേയിരിക്കും. ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ഒരു അമ്മയപ്പനെ, ആദ്യ പിടിച്ച അമ്മയപ്പനാണ്. മകന് 3 ദിവസം തൊട്ട് കാണാതെ അന്വേഷിക്കുകയാണ് അവർ. കണ്ടെത്തി കഴിയുമ്പോൾ അമ്മ പറയുന്നത്, എന്ത് പണിയാടാ നീ ചെയ്തേ, ഞാൻ അപ്പനും കൂടി എന്തോരം ആദ്യമായിടാ നിന്നെക്കുറിച്ച് തന്നെ. അപ്പോൾ ഈശോ വളരെ കൂളായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലിരിക്കേണ്ട ആളല്ലേ. ഈശോക്ക് 12ാമത്തെ വയസ്സിൽ തൻ്റെ മിഷനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതാണ് പാരൻസിനോട് പറയുന്നത്. അപ്പോൾ വചനം എഴുതുന്നൊരു കാര്യമുണ്ട്, പക്ഷേ അവർക്കതൊന്നും മനസ്സിലായില്ല. പാരൻസിനതൊന്നും മനസ്സിലായില്ല. പാരൻസിനത് മനസ്സിലായില്ലെന്ന് ഈശോക്ക് മനസ്സിലായി. 12 വയസ്സിൽ ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈശോ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അനുസരണയോടെ വിധേയനായിട്ട് ജീവിച്ച്. എത്ര വർഷം? 18 വർഷം. 12ാമത്തെ വയസ്സിൽ തൻ്റെ മിഷനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടും വീട്ടുകാർ ആ മിഷനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈശോ 18 വർഷം വിട്ടുപോവാതെ വീട്ടുകാരുടെ കൂടെ നിന്നു. ആൻഡ് ദാറ്റ് ഈസ് ജീസസ് ഗ്രേറ്റ്നെസ്. ഞാൻ എത്ര വലുതായില്ലേ, വീട്ടുകാർക്കത് മനസ്സിലാക്കി കൂടെ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അല്ലെന്നേ, അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ഹൃദയം അങ്ങനെയാണ്. ആദി തിന്നുന്ന ഹൃദയമാണ് എൻ്റെ അപ്പൻ അമ്മയ്ക്കൊക്കെ ഒന്ന് മനസ്സിലാക്കുക.